കറി ആ ചിക്കൻ കറി തരില്ല. ദോശ കഴിഞ്ഞു, ഇനിയിപ്പോ ഇല്ല. ഓലതൊക്കെ കഴിഞ്ഞു, എൻ്റെ കഴിഞ്ഞില്ല. വേഗം കഴിഞ്ഞോട്. ഞാൻ വാട്സപ്പ്. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സിലാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫുഡൊക്കെ തുടങ്ങുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, തുടങ്ങണം. പക്ഷെ ഇന്ന് ഞാൻ ഒരു ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മാൻ്റെ അടുത്തേക്ക് പോയത് എന്താണ് ഖുഷീന് എന്താ പറയുക ബുക്കും ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. അന്ന് തന്നെ നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ വീഡിയോ അതിൻ്റെ കൂടെ ഇടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു, ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഏതായാലും ഇതിൻ്റെ കൂടെ ഈ ഒരു റെസിപ്പിൻ്റെ കൂടെ നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ലാസ്റ്റ് പ്ലേ ചെയ്യാം കേട്ടോ. ഞാനിതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 1 കപ്പ് രാഗി എടുത്തിട്ടാണ് കേട്ടോ. രാഗി പൊടി കൊണ്ടും ഉണ്ടാക്കാം, പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം തോന്നിയത് രാഗി ഇങ്ങനെ അരച്ചതിന് ശേഷമാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അരച്ചതിന് ശേഷമുള്ള ആ ഒരു ദോശക്കാണ് എനിക്ക് ഒന്നുകൂടെ ഒരു ഇഷ്ടം തോന്നിയത് കേട്ടോ. രാഗി പൊടി കൊണ്ടും ചേർക്കാം, രാഗി പൊടി കൊണ്ടും നമുക്ക് ദോശ ചുടാം. ഞാൻ രാഗി ഇങ്ങനെ അരച്ച് ദോശ ഇടുമ്പോൾ കുറച്ച് നമ്മുടെ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഇതിൽ ആഡ് ചെയ്യണം, കാരണം കുറച്ച് വെള്ളം അധികമാവും നമ്മൾ അരിച്ചൊക്കെ എടുക്കുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പൊടി ആഡ് ചെയ്യണത്. മറ്റേ എന്താ പറയുക അരിപ്പൊടിയാണ്, രാഗിപ്പൊടി കൊണ്ടാണ് ദോശ ചുടുന്നത് എങ്കിൽ അരിപ്പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതാണ് ചെയ്യേണ്ടത് കേട്ടോ. എൻ്റെ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ അരച്ച് ദോശ ചുടുന്നത്. പൊടി കൊണ്ടാണെങ്കിൽ അങ്ങനെയും ദോശ ചുടാം. അപ്പം ഏതായാലും ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ദോശ ചുടുന്നത് കേട്ടോ. മോന് അതേപോലെ ഖുഷി എന്താ പറയുക രാഗി വരകിയതോ ഇപ്പോൾ സുന്നത്ത് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായി, പക്ഷെ ആ സമയത്തൊന്നും രാഗി കൊണ്ടുള്ള വേറെ ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തപ്പം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഇപ്പോൾ എന്നും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ദോശ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു ഡയറ്റും കൂടെ ആവും. ഞാനും ഇപ്പോൾ രാത്രി ദോശയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ രാഗിദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ നല്ല അടിപൊളി ചിക്കൻ വരട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അതേപോലെ കുട്ടികൾക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയ വീഡിയോസ് ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടുവരും കേട്ടോ. ഞങ്ങൾ ആ പോകുന്ന സമയത്ത് നമ്മളെ തൊട്ടടുത്തുള്ള മുസാഫ എന്നുള്ളൊരു മന്തിക്കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ, രാത്രിയാണല്ലോ പോണത്. അപ്പം ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോണത്. ഇവിടുത്തെ മന്തിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ കൂടുതലായിട്ട് ഹോം ഡെലിവറിയാണ് ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ ഐറ്റംസ് അടിപൊളിയാണ് കേട്ടോ. ഹണി ചിക്കൻ ആയാലും സാധാ അൽഫാം ആയാലും അങ്ങനെ കുറേ ചിക്കൻ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റുമാണ്. വീണ്ടും വീണ്ടും ടേസ്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ റൈസ് കേട്ടോ.
അധികം സോസ് വെച്ച് ഓട്ട ഉണ്ടാക്കിയ സോസ് കഴിക്കുക. ഇത് ചിക്കന് രണ്ട് ചിക്കന് ഒരു ചിക്കൻ രണ്ട് ചിക്കന് രണ്ട് ചിക്കനോട് തിന്നില്ല. തിന്നണ്ട. രണ്ട് ചിക്കൻ ആദ്യം 1 പീസ് രണ്ട് ചിക്കന് രണ്ടെണ്ണം എടുത്താണ് എനിക്ക് വലുത്. സോസ് ഇടും പക്ഷേ സോസോ ചിക്കൻ ചിക്കൻ ഉണ്ടോ? ചിക്കന് ഇല്ല ഇല്ല. പിന്നെന്താ ചിക്കനാ കുട്ടിയുടെ ഉള്ളിൽ വെച്ചിക്കല്ലേ. കുക്കു കഴിഞ്ഞു. പാട്ട് പാടി എത്തിയില്ലേ? ആ പറയും എന്തൊക്കെയാ നമ്മള് വാങ്ങിയത്? ബാഗ് വാങ്ങി, പിന്നെ കിറ്റ് വാങ്ങി, പിന്നെ അമ്മമാക്ക് പറഞ്ഞോടക്ക് എനിക്കല്ലല്ലോ, ഈ അമ്മമാനെ കൊണ്ട് പറയാനല്ലോ ഒന്ന്. നോട്ട് ബുക്ക് വാങ്ങി, പിന്നെ മായ്ക്കടബ്ബ വാങ്ങി, മോള് പിന്നെ ഈ യമോക്ക് എന്താ വാങ്ങി കൊടുത്ത്? പിന്നെ ഈ വേറെന്താ വാങ്ങിയില്ലേ? ഹലോ, അപ്പൊ നമ്മള് ഉമ്മാനൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടോ. കുറച്ചു നേരമാണെങ്കിലും ഉമ്മാന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പി ആണല്ലോ. അപ്പൊ ഞങ്ങള് നല്ല ഹാപ്പിയൊക്കെ ആയി ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.